59.2 ആയിരുന്നു തുടങ്ങുന്ന സമയത്ത്. ഇനി എത്രയായിരുന്നു നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വെയിറ്റൊക്കെ അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ട്. എത്രമാത്രം കുറഞ്ഞു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എൻ്റെ ഒപ്പം ജേർണി സ്റ്റാർട്ട് ചെയ്തവരും അതിന് മുന്നേ തന്നെ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വെയിറ്റ് എത്രമാത്രം കുറഞ്ഞു എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നും ഒരുപാട് ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി പാൻ കേക്കാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 പഴം, അത് നമ്മുടെ റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഈ പഴം തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. സാധാരണ പഴങ്ങളെക്കാളും റോബസ്റ്റ പഴത്തിന് കുറച്ചുകൂടെ കലോറി കുറവായിരിക്കും. അതും കൂടെ ബ്ലെൻഡറിലേക്ക് അങ്ങ് അരിഞ്ഞിടുകയാണ്. ഒരുപാട് പഴുത്തുപോയ പഴം എടുക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒരു മീഡിയം പാകത്തിനുള്ള പഴുപ്പാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവുകൾ കൊണ്ട് മീഡിയം സൈസിലുള്ള 4 പാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് അത് കറക്റ്റ് പോർഷനായിരുന്നു. നിങ്ങളിപ്പോൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ ആളുകൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അളവുകൾക്ക് മാറ്റം വരുത്താം. ഇനി ഞാനതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓട്സും 1/2 കപ്പ് പാലുമാണ്. വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു പാല് കൊണ്ട് തന്നെയാണ് ഫുള്ള് ഇതിങ്ങ് അടിച്ചെടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ചിലപ്പോൾ പാൻ കേക്കിൻ്റെ ആ ഒരു ഇതിന് അത്ര ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. ഇനി ഞാനതിലേക്ക് നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി, സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ, ആ ഒരു കുത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് കുറച്ച് സിനമൺ പൗഡറും അതേപോലെ തന്നെ വാനില എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എക്സ്ട്രാക്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ കുറച്ച് വാനില എസൻസും കൂടെ ഞാൻ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിൽ നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല നമുക്ക് ഈ ബാറ്റർ ആവശ്യമുള്ളത്. നമ്മളൊരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 1/2 കപ്പ് പാലെടുത്തത് എനിക്ക് കറക്റ്റ് അളവായിരുന്നു. ഞാൻ വേറെ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. മുട്ടയും ഈ പറഞ്ഞ 1/2 കപ്പ് പാലും കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിന് എനിക്ക് ബാറ്റർ കിട്ടിയിട്ടത്. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും നമ്മുടെ ഈ ഒരു പാൻ കേക്കിൻ്റേത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ചൂടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മീഡിയത്തിന് മുകളിലേക്ക് ഒരു കാരണവശാലും ഫ്ലെയിം പോകരുത് കേട്ടോ. അപ്പോൾ പാൻ ഒരു മീഡിയം പരുവത്തിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ചു. ആ ഒരു തവിക്ക് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് പരത്തി, ഒരുപാടങ്ങ് പരത്തിയില്ല, ദോശ പോലെ. ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 4 പാൻ കേക്കുകളാണ് എനിക്ക് ഈ ഒരു ബാറ്ററും കൊണ്ട് കിട്ടിയത് കേട്ടോ. സാധാരണ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ മൈദയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കാളും സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഓട്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അടിഭാഗം അത്യാവശ്യം സെറ്റായി കിട്ടും. അപ്പോൾ ഒരു നമ്മുടെ ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ സ്പാറ്റിലോ കൊണ്ടോ ഇതേപോലെ അങ്ങ് മറിച്ചിട്ടുള്ളൂ. അതാ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഒരുപാട് കട്ടിയിലല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരിച്ചും മറിച്ച് ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ 2 ഭാഗവും ഒരുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ പാൻ കേക്ക് എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചുടുമ്പോൾ പാൻ കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും, അല്ലാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മുകൾ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സാധാരണ ദോശയ്ക്കുള്ള പോലെ ഇങ്ങനെ തുളയൊന്നും വരാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അടിഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റ് മാക്സിമം മതി. അതിനുള്ളിൽ തന്നെ നമുക്ക് മറിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ പാൻ കേക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കണ്ടിട്ടുള്ള പാൻ കേക്കുകളിൽ സാധാരണ ഒരു മീഡിയം വലിപ്പമാണിത്. ഇതിനേക്കാളും ഒരുപാട് വലിപ്പമുള്ള പാൻ കേക്കുകൾ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇതിലും ചെറുത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പാകം എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദോശ പരത്തുന്ന പോലെ ഒരുപാട് പരത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടിഭാഗം സെറ്റായി വരുമ്പോൾ തന്നെ നേരെ മറിച്ചിട്ടുള്ളൂ.
ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓട്സ് പാൻ കേക്കിൻ്റെ ഒപ്പം ഞാനിന്ന് ഓറഞ്ച് ജ്യൂസാണ് കുടിക്കുന്നത്. ഞാൻ ഒരുപാട് വെറൈറ്റി മോർണിംഗ് ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഒരു സാദാ ഒരു ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ 3 ഓറഞ്ച് പിഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്കായിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു സ്ക്വീസറിലാണ് നമ്മൾ ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നത്. രാവിലത്തെ 1 കപ്പ് ചായ എനിക്ക് ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഡയറ്റ് എടുക്കുമ്പോഴൊന്നും ഞാനിങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. പക്ഷേ അതങ്ങ് ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തി കിട്ടാനും ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായി ചായ, കാപ്പി, മധുരം എല്ലാം ഒഴിവാക്കിയിട്ടൊരു 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏകദേശം 2 മാസം ഞാൻ ഒഴിവാക്കിയൊരു ഫീലാണ്. കുറേ നാളായില്ലേ മധുരവും ചായയൊക്കെ കുടിച്ചിട്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കുടിച്ചാലോ എന്ന ആഗ്രഹമുണ്ട്. തൽക്കാലം ഞാനിതിനൊക്കെ നോ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് സെർവ് ചെയ്യുന്നത് എപ്പോഴും സ്റ്റാക്ക് ചെയ്തിട്ട് അതിന് മുകളിലൂടെ മേപ്പിൾ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണെന്ന് അറിയാലോ. അപ്പോൾ മേപ്പിൾ സിറപ്പല്ല, അതിന് പകരം ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത്. അതും ഒരുപാടൊന്നുമില്ല കേട്ടോ, ആകെ ഇത്രയും തേനാണ് എടുക്കുന്നത്. ഈ ഒരു സെറ്റ് പാൻ കേക്കാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ കേട്ടോ, പകുതി ഇച്ചാനും പകുതി എനിക്കും, അങ്ങനെയാണ്. അപ്പോൾ അതിനോടൊപ്പം നല്ല ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത നമ്മുടെ ഓറഞ്ച് ജ്യൂസും. ഹെൽത്തി അല്ലേ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഓട്സ് എടുക്കുമ്പോൾ എപ്പോഴും റോൾഡ് ഓട്സ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ പ്രോസസ്ഡ് ഓട്സ് എടുക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എൻ്റെ പാൻ കേക്ക് കഴിക്കട്ടെ. വളരെ എമ്മി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. സാധാരണ ഡയറ്റൊക്കെ എടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. നാവിന് രുചികരമായിട്ടുള്ളത് വയറിന് അത്ര നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ ശരീരത്തിന് അത്ര നല്ലതായിരിക്കില്ല എന്നായിരിക്കുമല്ലോ പറയുന്നത്. പക്ഷേ ഈ ഒരു പാൻ കേക്ക് ഹെൽത്തിയുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ ഹണിയുടെ അളവ് വളരെ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ വേറെ മധുരം ഒന്നും തന്നെ ചേർത്തിട്ടില്ലല്ലോ ഇപ്പോൾ ആ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ നേരത്തൊന്നും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ തേൻ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഓട്സ് ചേർക്കുമ്പോഴും യാതൊരു വ്യത്യാസവും തോന്നത്തില്ല. കൂടുതൽ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അവർക്കും എന്തായാലും ഇഷ്ടമാവും. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടോ. ഞാനൊന്ന് വെയിറ്റ് നോക്കി കാണിച്ചു തരാം. 59.2 ആയിരുന്നു തുടങ്ങുന്ന സമയത്ത്. ഇനി എത്രയായിരുന്നു? 55.7 എത്തിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള വെയിറ്റ് കാണിക്കായിരുന്നു. അത് 55.2 ആയിരുന്നു. അപ്പോൾ ഏകദേശം 4 കിലോയോളം ഞാൻ കുറഞ്ഞു കേട്ടോ 2 ആഴ്ച കൊണ്ട്. ഇപ്പം നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. 55.7 എത്തിയെങ്കിലും ഞാൻ എൻ്റെ ജേർണി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഭക്ഷണം ഒഴിവാക്കിയല്ല, ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു സാലഡാണ്. അത് നമ്മുടെ ചിപ്പി സാലഡ്. അപ്പോൾ ഞാൻ വെള്ളക്കടല തലേദിവസം കുതിർത്ത് വെച്ചിരുന്നത് വേവിച്ച നമ്മുടെ വെള്ളക്കടലയാണ്. അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ സാലഡ് ക്യൂക്കുംബറും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യൂക്കുംബറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളിയുടെ ഉള്ളിലെ ആ ഒരു പൾപ്പുണ്ടല്ലോ, അത് കളഞ്ഞിട്ട് ആ കട്ടിയുള്ള ഭാഗം മാത്രമാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ബെൽ പെപ്പേഴ്സ്, നമ്മുടെ ക്യാപ്സിക്കം, 2 കളറിലുള്ള ക്യാപ്സിക്കം, മല്ലിയിലയും, അത് രണ്ടും ഫ്രോസൺ ആണ് കേട്ടോ, അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. അവസാനം നമ്മുടെ വെള്ള സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നു. സവാളയുടെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കടിക്കുമ്പോൾ അത്ര എന്താ പറയുക, ഒരു ചെറിയൊരു എരിവുണ്ടാവില്ല. അതുകൊണ്ട് സവാള മാക്സിമം കുറച്ച് ഉപയോഗിക്കാം. ഈ ഒരു സാലഡിനൊരു ഡ്രസ്സിങ് വേണമല്ലോ. അപ്പോൾ റാഞ്ചൊക്കെ ഒഴിച്ചത് കലോറി വെറുതെ
കൂട്ടണ്ട. അതിന് പകരം ഹെൽത്തി ആയിട്ടൊരു ഡ്രസ്സിങ് നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒറിഗാനോയും അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ചതച്ച മുളക്. ഞാനിവിടെ വീട്ടിൽ തന്നെ നമ്മുടെ മുളക് ചതച്ചതാണേ. അപ്പോൾ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം 1 ടീസ്പൂണോളം നമ്മുടെ ഒലിവ് ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സാലഡിൻ്റെ ഡ്രസ്സിങ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. ഗ്രീക്ക് യോഗട്ട് ഇല്ല എങ്കിൽ സാധാരണ തൈര് ഉപയോഗിക്കാം. അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിങ്ങും റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി എല്ലാ ബൗളിൽ ഒരുമിച്ചിട്ട് വെച്ചതല്ലാതെ അതൊന്നും മിക്സ് ചെയ്തില്ല അല്ലേ. ഇനി നമുക്ക് ആ ബൗളിലുള്ള നമ്മുടെ കടലയും പച്ചക്കറികളും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഒരുമിച്ച് ആ ഡ്രസ്സിങ് മുഴുവൻ ഒഴിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയുള്ള സാലഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെയല്ല ആ ഒരു ഡ്രസ്സിങ് വേണ്ടത്. ഇച്ചാന് കുറച്ചുകൂടെ മുഴുവൻ കവർ ചെയ്ത് ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് അത്രയും ആ ഒരു ഡ്രസ്സിങ് സാലഡിൻ്റെ ഒപ്പം കഴിക്കുന്നത് അത്ര ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ 2 പോർഷനായിട്ട് മാറ്റിയിട്ട് എൻ്റെതിന് മുകളിൽ എനിക്ക് ആവശ്യമുള്ളതും ഇച്ചായന് വേറെ സെപ്പറേറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തത്. നിങ്ങൾ അങ്ങനെയല്ല എടുക്കുന്നെങ്കിൽ ഒരുമിച്ച് ആ ഡ്രസ്സിങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഫുൾ കോട്ടിങ് വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എനിക്ക് ആ കടലയും ക്യാരറ്റും അങ്ങനത്തെ പച്ചക്കറികളുടെ മുകളിൽ ആ ഡ്രസ്സിങ് ഒരുപാട് വരുന്നത് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. ചൂടാക്കൊന്നും വേണ്ടല്ലോ. പിന്നെ റിച്ച് പ്രോട്ടീനാണ് ഈ ഒരു സാലഡിലുള്ളത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ചാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. 5 മിനിറ്റ് പോലും വേണ്ടല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഹെൽത്തി ആയിട്ട് കഴിക്കുക മാത്രമല്ല, അതിനോടൊപ്പം കുറച്ച് വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ കഴിക്കുന്ന ആ ഫുഡൊക്കെ ബേൺ ചെയ്ത് അല്ലെങ്കിൽ കാലറിയൊക്കെ ബേൺ ചെയ്തിട്ട് നമ്മുടെ ഫാറ്റൊക്കെ പോയി നമ്മുടെ കുറച്ച് വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പോൾ എന്നും രാവിലെയാണ് ഞാൻ സാധാരണ നടക്കാൻ പോകാറുള്ളത്. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ രാവിലെ മഴ പെയ്യാറുണ്ട്. അപ്പോൾ മഴയത്ത് നടക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിൽ നടക്കും. കുറച്ച് ദൂരം ഓടും, കുറച്ച് ദൂരം നടക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത്. മിനിമം ഒരു 10,000 അല്ലെങ്കിൽ 10,000 സ്റ്റെപ്പ് ഒരു ദിവസം മാക്സിമം നടക്കാനായിട്ട് അല്ലെങ്കിൽ ഓടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ ഒപ്പം ഇച്ചാൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓടുന്നതിൻ്റെ പുറകെ ക്യാമറമാൻ ഓടുന്നതുകൊണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു ഷെയ്ക്കൊക്കെ ഉണ്ട്. ഈ ഒരു പാർക്കിലൂടെയാണ് മെയിനായിട്ടും ഞാൻ രാവിലെ നടക്കാൻ പോകാറുള്ളത്. രാവിലെ നടക്കാൻ സ്ഥിരമായി പോയി ഇപ്പം എനിക്ക് പാർക്കിൽ ഒരുപാട് കമ്പനിക്കാരുണ്ട് കേട്ടോ. സ്ഥിരം നടക്കാൻ വരുന്നവരും ഓടാൻ വരുന്നവരും അതേപോലെ അവരുടെ പട്ടീനെയും കൊണ്ടൊക്കെ നടക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇപ്പം എനിക്ക് ഈ പാർക്കിൽ അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ ആയി. ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 7:30-8 മണിയോളം ആയിട്ടോ, സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഏത് പാതിരാത്രി ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇതിലൂടെയൊക്കെ ഓടാനും ചാടാനൊക്കെ പോകാം. എപ്പോഴും വീഡിയോ സർവൈലൻസും അതേപോലെ തന്നെ വെട്ടവും വെളിച്ചമൊക്കെയുള്ള പാർക്കാണ്. അതേപോലെ എനിക്ക് പേഴ്സണലി ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഞാൻ ഫുട്പാത്തിലൂടെയായിരുന്നു നടക്കാൻ പോവാറ്. അതിലൂടെ നടക്കുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എപ്പോഴും അതിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് എനിക്ക് ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയൊന്നും ഒരുപാട് എനിക്ക് അതിലൂടെ നടക്കാൻ പറ്റും. കാരണം എതിരെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സ്പീഡിലൊക്കെ നടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു പാർക്ക് ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ഏത് സ്പീഡ് കൂടിയോ കുറഞ്ഞോ ഓടിയോ ചാടിയോ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതേപോലെ എപ്പോഴും ഔട്ട്ഡോർ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാറുള്ള ഒന്നാണ് ഈ ഒരു ടാപ്പ് എന്നല്ല, ഇതേപോലെ ഒരുപാട് ടാപ്പുകൾ നമുക്കിവിടെ എല്ലായിടത്തും ഉണ്ട്. കുടിവെള്ളം നമുക്ക് കുടിക്കാവുന്ന വെള്ളമാണ് ആ ടാപ്പിലൂടെ വരുന്നത്. അപ്പോൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം. ഞാൻ സാധാരണ കുടിക്കാമല്ലോ കേട്ടോ, കാരണം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ദാഹിക്കുന്ന ആർക്കും കുടിക്കാം. അപ്പോൾ നടത്തമൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഡിന്നർ ശരിക്കും നടക്കുന്നതിന് മുൻപേ ആയിരുന്നു കഴിച്ചിരുന്നത്. ഞാൻ വീഡിയോയിൽ അവസാനമായി പോയെന്നേ ഉള്ളൂ. ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ 2 പീസ് ചിക്കനാണ്. ഈ 2 പീസ് ചിക്കനും ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കാനുള്ളതല്ല. 1 പീസ് ചിക്കനാണ് ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ചിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 പീസ് ചിക്കനും കൂടി ഏകദേശം 1 കിലോ ചിക്കനോളം ഉണ്ട്. പക്ഷേ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഒരുമിച്ച് തന്നെ മാരിനേറ്റ് ചെയ്യും. ഗ്രില്ല് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്.
ഒരു പീസ് പിറ്റേ ദിവസത്തേക്ക് വെച്ചേക്കും, 2 പീസും കൂടെ ഒരുമിച്ച് കഴിക്കാൻ ഉള്ള വയർ ഇപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു മാരിനേഷനാണ്. കഴുകി വൃത്തിയാക്കി അതിനുള്ളിൽ ഇങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിലേക്ക് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, എരിവില്ലാതെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്തൂരി മസാലയാണ്. ഈ ഒരു ഗ്രിൽ ചിക്കനിൽ തന്തൂരി മസാല ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ തന്തൂരി മസാല ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാട്ട് മസാലയാണ്. അതും ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാട്ട് മസാല ചേർക്കുന്നതും ഇതേപോലെ ആ ഒരു സ്മോക്കി ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തരും. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അത് 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ കട്ട തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും. അപ്പോൾ ഞാനിവിടെ വലിയ നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞിരിക്കുന്നത്. സാധാരണ ലൈം ഉണ്ടെങ്കിൽ, നമ്മുടെ സാധാ നാരങ്ങ നീരുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് ചിക്കനിൽ ഈ ഒരു പേസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതാ മാരിനേഷൻ റെഡി ആയി കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഒരു 1.25 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ആ ഒരു ഗ്രില്ലിലുള്ള, നമ്മുടെ ഓവനിലുള്ള ആ ഒരു റാക്കിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു എന്താ പറയുക, ഈ ഒരു അലൂമിനിയം ബോക്സിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണയെക്കാളും ഫാറ്റ് കുറച്ച് മാത്രമാണ് പുറത്തേക്ക് പോകത്തുള്ളൂ. ആ കമ്പിയിൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഉരുകി പോകുന്നതിന്. അപ്പോൾ ഞാൻ ഓവൻ ക്ലീൻ ചെയ്തിട്ട് അധികം ആവാത്തത് കൊണ്ട് എനിക്കൊരു മടി, അതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഗ്രിൽ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. നല്ല എമ്മി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ എത്രമാത്രം ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.